കോൺഗ്രസിൻ്റെ ഒരു കൾച്ചറാണ് ഇത്, കോൺഗ്രസിൻ്റെ ഒരു രീതിയാണ്, അതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്താണ്? ചാണ്ടി ഉമ്മനെ കഴിഞ്ഞ വർഷത്തെ പരാതിയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഒരു പദവി ഓർമ്മ ദിവസം അച്ഛൻ മരിച്ച ദിവസം ഓർമ്മ ദിവസം അദ്ദേഹത്തെ പദവിയിൽ നിന്ന് കളഞ്ഞു. കോൺഗ്രസ്സിൽ ഇതൊക്കെ എത്രയോ KPCC പ്രസിഡന്റിനെ രായ്ക്ക് രാമാനും എടുത്ത് പള്ളേ കളഞ്ഞ പാർട്ടിയാണ്. ഒരു കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആകുമ്പോൾ തെന്നലെ ആരും അറിഞ്ഞില്ല. ഇതാണ് ഈ കോൺഗ്രസിൽ. അതുകൊണ്ട് ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചോളം ചാണ്ടി ഉമ്മൻ ഒന്നുമില്ലെങ്കിൽ MLA എങ്കിലുമാണ്. അദ്ദേഹത്തിന് മാധ്യമ ശ്രദ്ധയും ഒക്കെ കിട്ടുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ്റെ പരാതിയിൽ ചാണ്ടി ഉമ്മൻ വരെ ഗ്രൂപ്പ് ചാണ്ടി ഉമ്മൻ്റെ ആളുകൾ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നത് രസകരമായൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൻ്റെ ആളുകളായി മാറിക്കഴിഞ്ഞതേ. ഇതിനകത്ത് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഈ പരാതികളും പരിഭവങ്ങളും അത് കെ മുരളീധരൻ്റെ ആയാലും VD സതീശൻ്റെ ആയാലും ഒക്കെ ഇന്നത്തേത് കൊണ്ട് അവസാനിക്കാൻ പോവുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഈ വിഷയം നമ്മൾ കണ്ടതുപോലെ നമ്മൾ കേൾക്കുന്നതിലല്ലോ. ഒരു ബഹളം ഉണ്ടായി, അത് അവസാനിച്ചു. KPCC സംഘടനാ ഭാരവാഹികളുടെ പട്ടിക വരുന്നു, ഇന്നൊരു വലിയ പരാതി ഉണ്ടാകുന്നു. അതിപ്പോൾ നേരത്തെ സ്മൃതി പറഞ്ഞ പോലെ സുധാകരൻ പറഞ്ഞത് ശരിക്കും ഇനി അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെല്ലാം വന്നു എന്നാണ് ഉദ്ദേശിച്ചത്, വന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്, എന്താണെന്ന് നമുക്കറിയില്ല.